നൈക്കൻ ചാനലിലെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് സലാഡാണ്. അതിനുമുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ താഴെ കിടന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തണേ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. അപ്പോൾ നമുക്കിത് തുടർച്ചയായി കാണാൻ കഴിയാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കണം. പാല്, അതായത് 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ മുന്തിരി വേണം. ഞാൻ 3 ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ചെറിയ ആപ്പിള്, കസ്റ്റേർഡ് പൗഡർ, അത് വാനില ഫ്ലവറിൻ്റെയാണ്. വാനില ഫ്ലവർ ആകുമ്പോൾ നല്ല രുചിയായിരിക്കും, അത് ഞാൻ അതെടുത്തത്. പിന്നെ മാതള നാരങ്ങ, അതായത് ഒരു ചെറിയ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ചെറിയാണ് വേണ്ടത്. പിന്നെ നമുക്ക് പഞ്ചസാരയും കൂടി വേണം. നമുക്ക് നേരെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ പാത്രം വെച്ചു, ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അങ്ങനെ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് പാൽ ഒഴിക്കാം. അവിടെ കുറച്ച് പാൽ നമ്മൾ മാറ്റി അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പാൽ നന്നായിട്ട് ഇനി തിളച്ച് വറ്റാം. അത് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പാൽ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇതാണ്. അതുവരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിത് ചെയ്തെടുക്കാം. തിളയ്ക്കണം, നന്നായിട്ട് തിളയ്ക്കണം. തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മരത്തിന് ആവശ്യമായ പഞ്ചസാര വേണം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മരത്തിന് ആവശ്യമായ പഞ്ചസാര ഞാനിതൊരു 5 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം. നമ്മുടെ പാൽ തിളച്ച് കുറച്ചായിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റേർഡ് പൗഡറും പിന്നെ പാലൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് ചേർക്കുന്നുള്ളൂ. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിത് പിന്നെയും ചേർത്ത് മിക്സ് ചെയ്യാം. പിന്നെയും ചേർക്കാം. ഇത് തിളച്ച് മൊത്തത്തിലുള്ള കുറച്ച് വറ്റണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി വേണം മിക്സ് ചെയ്യാൻ വേണ്ടി. നമ്മളിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രത്തിൽ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കട്ടി പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വെക്കാത്തത്. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഒന്ന് തണുപ്പിച്ചെടുക്കാം. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വെച്ച് തണുപ്പിക്കാൻ വെക്കുകയാണ്. നല്ല ചൂടാവിയൊക്കെ പറക്കുന്നുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഇളക്കി കൊടുക്കണം. തണുപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇളക്കി കൊടുത്ത് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടി പിടിക്കും. ജസ്റ്റ് ഇടക്കിടക്ക് നോക്കി കൊടുത്താൽ മതി. തണുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച ആപ്പിള്, ഞാലിപ്പൂവൻ പഴം, അത് പിന്നെ മുന്തിരി, മാതള നാരങ്ങ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലോട്ട് കുറച്ച് ഞാൻ ബാക്കി ഡെക്കറേറ്റ് ചെയ്യാൻ വെക്കുകയാണ്. അതുകൊണ്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഫ്രീസറിൽ തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജ് വെക്കണം. കുറച്ച് നേരം ഫ്രിഡ്ജ് വെച്ച് 2 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഇതിവിടെ നമുക്ക് തണുത്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുകയാണ്. വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുകയാണ്. നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ചെറിയ ബെല്ലൈക്കൺ കൂടി അമർത്തണേ.